ഇടുക്കി വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designing in the Proudy, Gayatri Designs. Ladies wear, gents wear and kids wear in all categories. Gayatri Designs Wedding Center, Kattapana, Thodupuzha. നമസ്കാരം. ഇടുക്കി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുന്നത് ഭാരതീയ സംസ്കാരമെന്ന സംസ്ഥാന പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. കശാപ്പ് നിരോധനത്തിന്റെ പേരിൽ കോൺഗ്രസ് നടത്തുന്നത് അടിസ്ഥാനമില്ലാത്ത സമരമെന്ന് സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി എം മണി. മധ്യപ്രദേശിലടക്കം ഗോവധം നിരോധിച്ചത് കോൺഗ്രസ് ആണെന്നും മന്ത്രി. പനിഭീതിയിൽ ഹൈറേഞ്ച് മേഖല. ഹൈറേഞ്ചിൽ മഴക്കാല രോഗങ്ങളും പകർച്ചപ്പനിയും പടരുന്നു. വൻമരങ്ങളുടെ ചുവട്ടിൽ ഭീതി ഒഴിയാതെ ആദിവാസി കുടുംബങ്ങൾ. മണിയാറൻകുടി ആദിവാസി മേഖലയിലാണ് ആദിവാസി കുടുംബങ്ങൾക്ക് ഈ ദുരവസ്ഥ. വണ്ടിപ്പെരിയാറിൽ 300 ഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പെരുമ്പാവൂർ സ്വദേശി മുകേഷ് മോഹനാണ് പിടിയിലായത്. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുന്നത് ഭാരതീയ സംസ്കാരമെന്ന് സംസ്ഥാന പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. ആർക്കൈവ് മ്യൂസിയത്തിന്റെയും ഹെറിറ്റേജ് സെന്ററിന്റെയും നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് കുയിലിമലയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മഹത്തായ ചരിത്രത്തിന്റെയും വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെയും ഉടമകളായ നമ്മൾക്ക് സമ്പന്നമായ പൈതൃകത്തെ സംശീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ടു പോകുവാൻ കഴിയുകയുള്ളെന്ന് സംസ്ഥാന തുറമുഖ പുരാരേഖ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ആർക്കൈവ്സ് മ്യൂസിയത്തിന്റെയും ഹെറിറ്റേജ് സെന്ററിന്റെയും നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് കുയിലിമലയിൽ പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. വൈവിധ്യം നിറഞ്ഞ സംസ്കാരം, ഒരുപാട് സദസ്യങ്ങൾ നിറഞ്ഞ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ജാതിയും മതവും വസ്ത്രധാര രീതിയും ഭക്ഷണ രീതിയും എല്ലാം ഉൾക്കൊള്ളുന്ന നിരവധി വൈവിധ്യങ്ങളുണ്ട്. ഒപ്പം കാലഭേദങ്ങളും വർണ്ണഭേദങ്ങളും നിറഞ്ഞതാണ് നമ്മുടെ മഹാരാജ്യം. ഈ രാജ്യത്തെ എല്ലാം തന്നെ ഇതിലാണെങ്കിൽ പോലും സമന്വയിപ്പിക്കുന്ന ഒരു അഖണ്ഡതയുണ്ട്. അതിനാധാരഭൂതമായത് നമ്മുടെ സംസ്കാരമാണ്, ഭാരതീയ സംസ്കാരമാണ്. ചടങ്ങിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി അധ്യക്ഷനായിരുന്നു. റോഷി അഗസ്റ്റിൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ജെ രജികുമാർ, കെ ഗംഗാധരൻ, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ലിസമ്മ സാജൻ, നോബൽ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കെ കുര്യൻ തുടങ്ങിയ ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. ബിജു വൈശൻപറമ്പിൽ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കശാപ്പ് നിരോധനത്തിന്റെ പേരിൽ കോൺഗ്രസ് നടത്തുന്നത് അടിസ്ഥാനമില്ലാത്ത സമരമെന്ന് സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി എം മണി. മധ്യപ്രദേശിലടക്കം ഗോവധം നിരോധിച്ചത് കോൺഗ്രസ് ആണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. മധ്യപ്രദേശിൽ ഉൾപ്പെടെ ഗോവധം നിരോധിച്ച കോൺഗ്രസ് ഇപ്പോൾ നരേന്ദ്രമോദിയെ വിമർശിച്ച പ്രതിഷേധവുമായി കേരളത്തിലിറങ്ങിയിരിക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കലാണ് എന്നും ദിഗ്വിജയ് സിംഗിനൊപ്പം ചേർന്ന് ഗോവധം നിരോധിച്ച കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്ന പ്രതിഷേധ പരിപാടികൾക്ക് അടിസ്ഥാനമില്ല എന്നും സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി പറഞ്ഞു. LDF ഇടുക്കി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് ചെറുതോണിയിൽ പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. അതുകൊണ്ട് കോൺഗ്രസിനെ വിശ്വാസത്തിലെടുക്കാനൊന്നും കരുതണ്ട. ചുമ്മാ ചപ്പളാച്ച് പറയുന്നല്ലോ. ഇവിടെ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഒക്കെ അത് ഇതൊക്കെ പറയും. അത് പറയാതെ ഇവിടെ നിൽക്കാൻ മേലാത്തതുകൊണ്ടാ. അടിസ്ഥാനപരമായി ഒന്നും ഒരു കാര്യവും ഒരു ചുക്കും ചുണ്ണാമ്പും അവർ ചെയ്യുകയില്ല. കാരണം അവര് ദിഗ്വിജയ് സിംഗിന്റെ നേതൃത്വത്തിൽ മധ്യപ്രദേശിലടക്കം ഗോവധ നിരോധനം നടപ്പിലാക്കിയിട്ടുണ്ട്. ഡൽഹി AKG ഭവന് നേരെയും ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കെതിരെയും RSS സംഘപരിവാർ സംഘടനകൾ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ, NCP ദേശീയ സമിതി അംഗം അനിൽ കൂവപ്ലാക്കൽ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ TP ജോസഫ്, PS രാജൻ, CV വർഗീസ്, ജോണി ചെരുവപ്പറമ്പിൽ, PK ജയൻപിള്ള, PR ശശി, റോമിയോ സെബാസ്റ്റ്യൻ, MK പ്രിയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബിജു വൈശൻപറമ്പിൽ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പനിഭീതിയിൽ ഹൈറേഞ്ച് മേഖല. ഹൈറേഞ്ചിൽ മഴക്കാല രോഗങ്ങളും പകർച്ചപ്പനിയും പടരുന്നു. പല സ്ഥലങ്ങളിലും ഡെങ്കിപ്പനിയും റിപ്പോർട്ട് ചെയ്തു. വൃത്തിഹീനമായ പരിസരവും അനിയന്ത്രിത മാലിന്യ നിക്ഷേപവുമാണ് ഡെങ്കിപ്പനി പടരുന്നതിന് കാരണമാകുന്നത്. ഇതുവരെ ജില്ലയിൽ ചിക്കൻഗുനിയ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഇതിനും സാധ്യതകളേറെയാണ്.
കൂടാതെ തോട്ടം മേഖലയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും ടൗണുകളിലെ മാലിന്യ നിക്ഷേപവും കൊതുക് വ്യാപനത്തിനിടയാക്കുന്നു. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് സജീവമായി രംഗത്തുണ്ട്. ഇതിനു മുന്നോടിയായി പരിസരം വൃത്തിഹീനമാക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ജനങ്ങൾക്ക് ബോധവൽക്കരണവും നടത്തിവരുന്നു. ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയും ജാഗ്രതാ പ്രവർത്തനം നടത്തുന്നുണ്ട്. ആദിവാസി മേഖലകളിലും മഴക്കാല രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും മെഡിക്കൽ ക്യാമ്പുകളും നടത്തുന്നുണ്ട്. സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിൽ മരുന്നുകളും എത്തിച്ചിട്ടുണ്ട്. ഉപ്പുതറയിലും ഏലപ്പാറയിലും ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതിൽ ആശങ്കപ്പെടേണ്ടെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. വൻമരങ്ങളുടെ ചുവട്ടിൽ ഭീതിയൊഴിയാതെ ആദിവാസി കുടുംബങ്ങൾ. മണിയാറൻകുടി ആദിവാസി മേഖലയിലാണ് ആദിവാസി കുടുംബങ്ങൾക്ക് വൻമരങ്ങൾ ഭീഷണിയാകുന്നത്. കഴിഞ്ഞ 10 വർഷമായി മണിയാറൻകുടിയിലെ ആദിവാസി കുടുംബങ്ങൾ മഴക്കാലങ്ങൾ തള്ളി നീക്കുന്നത് ഭീതിയോടെയാണ്. ഏതു നിമിഷവും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വൻമരങ്ങളുടെ ചുവട്ടിലാണ് ഇവിടെ ആദിവാസി കുടുംബങ്ങൾ കഴിയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശക്തമായ കാറ്റാണ് മേഖലയിൽ ഉണ്ടാകുന്നത്. ഈ മരങ്ങളുടെ ചുവട്ടിൽ കൊച്ചുകുട്ടികളുമായി ഭീതിയോടെയാണ് ഇപ്പോൾ ഇവർ കഴിയുന്നത്. കാലം വന്നതുകൊണ്ട് കാറ്റുകാരും ഇന്നത് കിടക്കത്തില്ല. 2 കുഞ്ഞുങ്ങളും കൊണ്ടാണ് കിടക്കുന്നത്. വീടിന് ഭീഷണിയായിട്ട് ഭയങ്കര ഒരു മരമാണ് നിൽക്കുന്നത്. അത് മൊത്തം ചുവടൊക്കെ ചിതക്കാണ്, മൊത്തം ഉണങ്ങി നിൽക്കുന്നത്. അപ്പൊ അത് നമുക്ക് രാത്രിയൊക്കെ കിടന്നുറങ്ങാനൊക്കെ ഭയങ്കര പേടിയാണ്. മണിയാറൻകുടി, പാലത്തണ്ടൽ, രാജപ്പൻ, പൊന്നപ്പൻ, മാന്തറത്തിൽ ശിവാജി എന്നിവരുടെ വീടുകളാണ് അപകട ഭീഷണിയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇടിമിന്നലേറ്റ് ഉണങ്ങിയും കേടുവന്നതുമായ നിരവധി മരങ്ങളാണ് പ്രദേശവാസികളുടെ സൂര്യജീവിതത്തിന് ഭീഷണിയാകുന്നതും. വനംവകുപ്പും ജില്ലാ ഭരണകൂടവും അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. ലാജി പ്ലാത്തോട്ടം, ഇടുക്കി വിഷൻ ന്യൂസ്, പഴയരിക്കണ്ടം. വണ്ടിപ്പെരിയാറിൽ 300 ഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിലായി. പെരുമ്പാവൂർ ഹരിശ്രീ ഹൌസിൽ മുകേഷ് മോഹനാണ് വണ്ടിപ്പെരിയാർ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. 300 ഗ്രാം കഞ്ചാവുമായിട്ടാണ് യുവാവ് പിടിയിലാവുന്നത്. പെരുമ്പാവൂർ സ്വദേശി ഹരിശ്രീ ഹൌസിൽ മുകേഷ് മോഹനൻ ആണ് പിടിയിലായത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് കുമളി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും മുകേഷിനെ എക്സൈസ് സംഘം പിടികൂടുന്നത്. തമിഴ്നാട്ടിൽ നിന്നും വാങ്ങിയതാണ് കഞ്ചാവെന്ന പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. കുമളിയിലെ അതിർത്തി ചെക്ക് പോസ്റ്റ് വഴി അടുത്ത കാലത്ത് കഞ്ചാവ് കടത്തൽ വർദ്ധിച്ചു വരികയാണ്. എക്സൈസ് ഇൻസ്പെക്ടർ ഷാജി, ഗിരീഷ് കുമാർ, സതീഷ് കുമാർ, ജോസി വർഗീസ്, ഷീല ഉമ്മൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. പീരുമേട് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. ഇടുക്കി വിഷൻ ന്യൂസ്, വണ്ടിപ്പെരിയാർ. രാഷ്ട്രീയ പ്രവർത്തകർ ആയില്ലെങ്കിൽ പോലും നല്ല രാഷ്ട്രീയ വിചാരമുള്ളവരായ വിദ്യാർത്ഥികൾ മാറണമെന്ന് PT തോമസ് MLA. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നെടുങ്കണ്ടത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ പ്രവർത്തകർ ആയില്ലെങ്കിൽ പോലും നല്ല രാഷ്ട്രീയ വിചാരമുള്ളവരായ വിദ്യാർത്ഥികൾ മാറണമെന്ന് PT തോമസ് MLA പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ഉടുമ്പൻചോല അസംബ്ലി കമ്മിറ്റി 10ാം ക്ലാസ്സിലും +2വിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുന്ന വിജയപഥത്തിലെ പ്രയാണത്തിന് എന്ന പരിപാടി നെടുങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പരസ്പരം കലഹിച്ച് രക്തപ്പുഴ ഒഴുക്കുന്ന ഒരു ലോകമല്ല നമ്മുടെ സങ്കല്പം. എല്ലാവരും സമാധാനമായി കഴിയുന്ന, എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന, സ്നേഹം സംഗീതം പോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ലോകത്തെ സംബന്ധിച്ചുള്ള സ്വപ്നത്തിൽ ലോകത്തിന്റെ ഏത് കോണിലിരിക്കുമ്പോഴും നിങ്ങൾക്കും ഒരിടമുണ്ട്, നിങ്ങൾക്കും ഒരു അവസരമുണ്ട്, നിങ്ങളുടെ വാക്കിനും പ്രസക്തിയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ത്യൻ ജനാധിപത്യത്തിനെ കരുത്തേകാൻ വിദ്യാർത്ഥികളും യുവജനങ്ങളും ശ്രദ്ധിക്കണം. ഇതിന് രാഷ്ട്രീയ പ്രവർത്തനം അനിവാര്യ ഘടകമല്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചാലും ജനാധിപത്യത്തിനും മതേതരത്വത്തിനും മുൻഗണന നൽകണം. ഇതുമൂലം പൗരബോധമുള്ള തലമുറ വളർന്നു വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി പോലുള്ള ജില്ലകളിൽ നിന്നുമുള്ള വിദ്യാഭ്യാസപരമായ മുന്നേറ്റം നാടിനെ ഏറെ ഗുണം ചെയ്യുമെന്നും PT തോമസ് പറഞ്ഞു. യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജകമണ്ഡലം പ്രസിഡന്റ് KS അരുൺ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് MN ഗോപി, അഡ്വക്കേറ്റ് സേനാപതി വേണു, യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് പ്രസിഡന്റ് ബിജോ വാണി, മുകേഷ് മോഹനൻ, ബെന്നി കുന്നേൽ, VS അനീഷ് കുമാർ, രതീഷ് KK, ഷിഹാബുദ്ദീൻ യൂസഫ്, ജിറ്റോ ഇലിപ്പിലിക്കാട്ട്, KR രാമേന്ദ്രൻ, റജി പനച്ചിക്കൽ, ജിജോ മരങ്ങാട്ട്, സെബിൻ എബ്രഹാം, ശ്യാമള വിശ്വനാഥൻ, ജോർജ് വാഴക്കാല, അരുൺ സേവ്യർ, ജോഷി കന്യാക്കുഴി എന്നിവർ പ്രസംഗിച്ചു. 300ഓളം കുട്ടികളെയാണ് മൊമന്റോ നൽകി ആദരിച്ചത്. ഇടുക്കി പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ട കർഷകർക്ക് നഷ്ടപരിഹാരമായി ഉപ്പുതറയിൽ പതിച്ചു നൽകിയ ഭൂമിയാണ് ഇപ്പോൾ കുടിയൊഴിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് കോവിൽമലയിൽ ഭൂമി തികയാതെ വന്നതോടെയാണ് അന്ന് ഉപ്പുതറ തെരഞ്ഞെടുത്തത്. 1979 ഏപ്രിൽ 25 കളക്ടറേറ്റിലും 1980 മാർച്ച് 7 കട്ടപ്പന പഞ്ചായത്ത് ഓഫീസിലും ചേർന്ന കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത്. കോവിൽമലയിൽ പകരം ഭൂമി ആവശ്യപ്പെടുന്നവർക്ക് 50 സെന്റും
ഉപ്പുതറയിൽ 5 സെന്റും എന്ന അളവിലാണ് ഭൂമി നൽകാൻ തീരുമാനിച്ചത്. 59 അപേക്ഷകരിൽ 42 പേർക്കാണ് ഉപ്പുതറയിൽ സ്ഥലം അലോട്ട് ചെയ്തത്. അന്നത്തെ സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ PI കൃഷ്ണൻ മൂസദിന്റെ ഉത്തരവിൽ അയ്യപ്പൻകോവിൽ സ്പെഷ്യൽ ഡെപ്യൂട്ടി തഹസീൽദാറാണ് 1980 മെയ്യിൽ പ്ലോട്ടുകൾ കൈമാറിയത്. ഉപ്പുതറ ടൗണിന്റെ ഒരു ഭാഗം ഉൾപ്പെടുന്ന സർവേ 339-ൽപ്പെട്ട ഇതേ പ്ലോട്ടുകളാണ് ഇപ്പോൾ സംരക്ഷിത മേഖലയിലാണെന്നും സർക്കാരിന്റെ പൊതു ആവശ്യത്തിന് നീക്കിവെക്കേണ്ടതാണെന്നും വിവരാവകാശ രേഖയിൽ കാണുന്നത്. ഉപ്പുതറയിലെ ഭൂമി സംബന്ധമായ വിഷയങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിലനിൽക്കുകയാണ്. കുടിയേറ്റ സ്ഥലമായ ഉപ്പുതറയിൽ ഹൈറേഞ്ചിലെ ആദ്യത്തെ കുടിയേറ്റ സ്ഥലമാണ്. 100 വർഷമായി 1918 ഉപ്പുതറയിൽ കുടിയേറിയ കർഷകർക്ക് ഇന്ന് അവർ അതിജീവന പോരാട്ടത്തിൻ്റെ കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. ഇന്ന് ഈ പ്രദേശത്തെ കൃഷിക്കാർക്ക് ലോൺ എടുക്കുവാൻ വേണ്ടിയോ അതുപോലെ തന്നെ അവിടെ സ്ഥലത്തിന് പോക്കുവരവ് ചെയ്യാൻ വേണ്ടിയോ സ്ഥലം വിൽക്കുവാനോ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഉപ്പുതറ ടൗൺ ഉൾപ്പെടുന്ന സർവേ നമ്പർ 339 എന്ന സ്ഥലം പുറമ്പോക്ക് സ്ഥലമാണെന്ന് ജില്ലാ കളക്ടർ രേഖാമൂലം മറുപടി നൽകിയിരിക്കുകയാണ്. 25ഓളം പേർക്ക് സർക്കാർ പട്ടയം നൽകിയിട്ടുണ്ട്. പട്ടയം പണയം വെച്ച് ബഹുനില കെട്ടിടങ്ങളും പണിതിട്ടുണ്ട്. പട്ടയ നടപടി പൂർത്തിയാക്കിയ ചിലർ ട്രഷറിയിൽ പണമടയ്ക്കുകയും ചെയ്തു. മറ്റുള്ളവർ പണമടയ്ക്കാൻ താലൂക്ക് ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഭൂമി സർക്കാരിൻ്റെതാണെന്ന് അറിയുന്നത്. തുടർന്ന് ജില്ലാ കളക്ടർക്ക് നൽകിയ അപേക്ഷയുടെ മറുപടിയിലും ഭൂമി സർക്കാരിൻ്റെതാണെന്ന് വ്യക്തമാക്കുന്നു. ഇടുക്കി വിഷൻ ന്യൂസ് ബ്യൂറോ, കാഞ്ചിയാർ. ഉപ്പുതറയിലെ ഭൂപ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർഷകർ ഈ മാസം 27-ന് ഉപ്പുതറ വില്ലേജ് ഓഫീസ് ഉപരോധിക്കും. കഴിഞ്ഞ ദിവസം ഉപ്പുതറയിൽ ചേർന്ന സമര പ്രഖ്യാപന കൺവെൻഷനിലാണ് തീരുമാനം. മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, ലാൻഡ് റവന്യൂ കമ്മീഷണർ എന്നിവരെ നേരിൽ കണ്ട് പ്രശ്നം ബോധ്യപ്പെടുത്താനും നടപടിയുണ്ടായില്ലെങ്കിൽ റിലേ നിരാഹാര സത്യാഗ്രഹം ഉൾപ്പെടെ സമരം ശക്തിപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. രാജമാണിക്യം റിപ്പോർട്ടിന്റെ പേരിൽ ഉപ്പുതറ വില്ലേജിലെ 338, 594, 595, 800, 916, 917 സർവേ നമ്പറുകളിലെ കർഷകരുടെ കരം സ്വീകരിക്കുന്നതും നിജസ്ഥിതി പോക്കുവരവ് എന്നിവ തടഞ്ഞും റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. ഇതിനു പുറമെ സർവേ നമ്പർ 339-ൽ സർക്കാർ പതിച്ചു നൽകിയ ഭൂമി സർക്കാർ ഭൂമിയാണെന്നും സംരക്ഷിത മേഖലയിലുള്ളതാണെന്നും ജില്ലാ ഭരണകൂടവും നിലപാട് സ്വീകരിച്ചു. ഉപ്പുതറ പട്ടണവും പരിസര പ്രദേശങ്ങളും സർക്കാർ ഏറ്റെടുക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായതാണ് കർഷകരെ പ്രക്ഷോഭത്തിലേക്ക് എത്തിച്ചത്. ഇന്നലെ ഉപ്പുതറയിൽ നടന്ന വ്യാപാരി കർഷക കൺവെൻഷനിൽ വളരെ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുവാൻ തീരുമാനിക്കുകയും അതനുസരിച്ച് വരുന്ന 27-ാം തീയതി ഉപ്പുതറ വില്ലേജ് ഓഫീസ് ഉപരോധിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുക. അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട ഈ വിഷയങ്ങൾ സൂചിപ്പിക്കുകയും തുടർന്ന് തീരുമാനമായില്ലെന്നുണ്ടെങ്കിൽ ഉപ്പുതറ വില്ലേജ് ഓഫീസിന് മുന്നിൽ കുടിൽ കെട്ടി റിലേ ഉപവാസ സമരം നടത്തുവാൻ ആ ഐക്യ സമര സമിതിയുടെ നേതൃത്വത്തിലുള്ള കൺവെൻഷൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന കൺവെൻഷനിൽ 7 സർവേ നമ്പറിൽ താമസിക്കുന്ന കർഷകരും വ്യാപാരികളും പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ് ബ്യൂറോ, കാഞ്ചിയാർ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഹൈറേഞ്ച് മേഖലയിൽ വിശ്വസ്തയുടെ 25 വർഷം പൂർത്തിയാക്കുന്ന വൈറ്റ് മാർട്ട് കൊച്ചുപുരയ്ക്കൽ ഏജൻസീസ് അവതരിപ്പിക്കുന്നു നിങ്ങൾക്കായി മഹാലാഭത്തിന്റെ മഹോത്സവം. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ ടെലിവിഷൻ, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, മൈക്രോവേവ് ഓവൻ, മ്യൂസിക് സിസ്റ്റം, വാക്വം ക്ലീനർ, എയർ കണ്ടീഷണർ തുടങ്ങിയ എല്ലാത്തരം അപ്ലയൻസസും ഏറ്റവും വിലക്കുറവിൽ. കൂടാതെ ഈസി ഫിനാൻസ്, ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ്, ലോ EMI, സുതാര്യമായ വ്യവസ്ഥകൾ, ഏറ്റവും എളുപ്പം തവണകളിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അപ്ലയൻസസ് സ്വന്തമാക്കാം. വൈറ്റ് മാർട്ട് കൊച്ചുപുരയ്ക്കൽ ഏജൻസീസ്, എടശ്ശേരി ജംഗ്ഷൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കട്ടപ്പന. സുപ്രിയ ഗ്രീൻ ടീ 100% പ്രകൃതിദത്തമായത്. ഇപ്പോൾ നിങ്ങൾക്കിഷ്ടമായ ലെമൺ, തുളസി, മിന്റ് തുടങ്ങിയ സ്വാദിഷ്ടമായ ഫ്ലേവറുകളിലും ലഭിക്കുന്നു. ഗ്രീൻ ടീ ശീലമാക്കൂ, അമിത ഭാരത്തോട് വിട പറയൂ. ഗ്രീൻ ടീയിൽ സൂപ്പർ സുപ്രിയ ഗ്രീൻ ടീ, ടീ ബോർഡ് അംഗീകാരമുള്ളത്. എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും മറ്റു പ്രധാന കടകളിലും ലഭിക്കുന്നു. നിർമ്മാതാക്കൾ സുപ്രിയ ടീ കമ്പനി, അട്ടപ്പള്ളം, കുമളി, ഇടുക്കി ജില്ല. ഫോൺ നമ്പർ 9447311624. മീഡിയ രംഗത്ത് നിരവധി അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടെ ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ കോഴ്സ് പഠിക്കുവാൻ ഇതാ ഒരു സുവർണാവസരം. സിനിമ, സീരിയൽ, മാധ്യമ രംഗങ്ങളിലെ പ്രമുഖർ ക്ലാസുകൾ നയിക്കുന്നു. ഡയറക്ഷൻ, ക്യാമറ, എഡിറ്റിംഗ്, ആക്ടിംഗ് തുടങ്ങിയ 10 മേഖലകളിൽ പ്രൊഫഷണൽസ് ആകാം. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ലിമിറ്റഡ് സീറ്റ്സ് ഓൺലി. സ്വപ്നം കാണുന്നവന്റെയല്ല, സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നവന്റെയാണ് മീഡിയ ലോകം. ബിൽഡ് യുവർ ഫ്യൂച്ചർ.
റെഡ് ഐ സ്കൂൾ ഓഫ് മീഡിയ കട്ടപ്പന. ഉപ്പൻമാക്കൽ കാർഷിക നഴ്സറി മേലച്ചിനാർ. അത്യുൽപാദന ശേഷിയുള്ള കരിമുണ്ട, നീലമുണ്ടി, പന്നിയൂർ വൺ കൊടുത്തൈകൾ, ഹൈബ്രിഡ് കൊക്കോ തൈകൾ, നാടൻ ജാതിയിൽ ബഡ് ചെയ്ത ജാതി തൈകളും തെങ്ങ്, മാവ് മുതലായ ഫലവൃക്ഷ തൈകളും മിതമായ നിരക്കിൽ ലഭ്യമാകുന്ന ഹൈറേഞ്ചിലെ ഏക സ്ഥാപനം ഉപ്പൻമാക്കൽ കാർഷിക നഴ്സറി മേലച്ചിനാർ. ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ് അത് എന്നതായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ. ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. ജില്ലയിൽ ആദ്യമായി മൈ കൊച്ചിൻ അവതരിപ്പിക്കുന്നു ലൈവ് ഐസിംഗ്. 1 മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ. വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്. റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈ കൊച്ചിൻ അതൊരു സംഭവമാണ് കേട്ടോ. ദ ടേസ്റ്റ് ഓഫ് ഗുഡ്നസ്. മൈ കൊച്ചിൻ, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. പകുതി ചിലവിൽ എക്സ്റേ വെൽഡിംഗ് പഠനം. സ്പാർക്ക് എക്സ്റേ വെൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. യോഗ്യത SSLC+2. വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റും സർട്ടിഫിക്കറ്റും നൽകി വരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ള തൊഴിൽ മേഖലകളിൽ ഏറ്റവും പ്രധാനമാണ് എക്സ്റേ വെൽഡിംഗ്. കഴിഞ്ഞ ബാച്ചുകളിൽ നിന്നായി 25ഓളം പേർ വിദേശത്ത് ജോലി നേടി മികച്ച ശമ്പളത്തിൽ ജോലി ചെയ്തു വരുന്നു. എക്സ്റേ വെൽഡിംഗിന് മാത്രമായി പ്രവർത്തിക്കുന്ന ജില്ലയിലെ ഏക സ്ഥാപനം സ്പാർക്ക് എക്സ്റേ വെൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മഹാസിറ്റി കമ്മ്യൂണിറ്റി ഹാളിന് സമീപം, നെടുങ്കണ്ടം. ഫോൺ 8848770010. നിങ്ങളുടെ ജീവിത സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുവാൻ CMI വൈദികർ നയിക്കുന്ന ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ട്, എറണാകുളം. പ്രഗത്ഭരായ അധ്യാപകർ, ആധുനിക സൗകര്യങ്ങൾ, തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി ആൻഡ് ഡിപ്ലോമ കോഴ്സസ്, BSc ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്ലോമ, കിച്ചൺ ആൻഡ് കേറ്ററിംഗ് ഓപ്പറേഷൻസ് ഡിപ്ലോമ, എയർലൈൻ ടൂറിസം ഡിഗ്രി ആൻഡ് ഡിപ്ലോമ കോഴ്സസ്, BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, ക്യാബിൻ ക്രൂ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഡിപ്ലോമ, അയാറ്റ ഫൗണ്ടേഷൻ ഡിപ്ലോമ. ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് മീഡിയ സ്റ്റഡീസ്, ചാവറ കൾച്ചറൽ സെന്റർ, എറണാകുളം. വിളിക്കൂ 9994785004. ഇന്നു ഞാൻ ഓർക്കുന്നു ബാല്യകൗമാരവനാന്തര സുകൃതികൾ. അമ്മതന്നകിളിൽ അമൃതം നുണഞ്ഞതും നടക്കാൻ പഠിച്ചതും യാത്ര പോയതും ജലസ്രോതസ്സു തേടി പിന്നെ അമ്മയോടൊത്ത് നീരാടി തുടിച്ചതും. കിർലോസ്കർ പമ്പ്സ്, ലോകം സാക്ഷ്യപ്പെടുത്തിയ ഗുണമേന്മ. കിർലോസ്കർ, കാലം തെളിയിച്ച വിശ്വാസം. അംഗീകൃത വിതരണക്കാർ GNS ഇലക്ട്രിക്കൽ സർവീസസ്, കട്ടപ്പന, നെടുങ്കണ്ടം. ജാഗ്വാർ, പാരിവെയർ, ബാത്തിക്സ്, സാനിറ്ററി വെയർ ആൻഡ് ബാത്ത് ഫിറ്റിംഗ്സ്, സുപ്രീം പൈപ്പിംഗ് സൊല്യൂഷൻ, വാട്ടർ ടെക് ടാപ്സ്, ഡയമണ്ട്, ഫ്രാങ്കി, മെട്രോ തുടങ്ങിയ ബ്രാൻഡുകളുടെ കിച്ചൺ സിങ്കുകൾ, വൈക്കിംഗ്, എംബ്ര, CP ഫിറ്റിംഗ്സ്. മേക്ക് യുവർ ഹോം ആസ് യു ഡ്രീം. കൊല്ലംകുടിയിൽ ഏജൻസീസ്, കട്ടപ്പന. കണ്ടില്ലേ, രോഹിണി കാലിത്തീറ്റയുടെ ഗുണം ഇപ്പൊ മനസ്സിലായില്ലേ? ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. രോഹിണി കാലിത്തീറ്റ കൊടുത്തു തുടങ്ങിയത് മുതൽ ആ വ്യത്യാസം കണ്ടു തുടങ്ങി. അധികം പാല്, അധികം ലാഭം, കന്നുകാലികൾക്ക് ആരോഗ്യം. രോഹിണി കാലിത്തീറ്റ. കർഷകർക്കൊരു സന്തോഷ വാർത്ത. കേരളത്തിൽ ആദ്യമായി മണ്ണിനെ സ്നേഹിക്കുന്ന കർഷകർക്കായി ഒരു സമ്പൂർണ്ണ ജൈവവളം ജീവൻ പ്ലസ്. 12 തരം പിണ്ണാക്കുകളും മഞ്ഞൾപ്പൊടിയും, മഞ്ഞൾ വേസ്റ്റും, പുകയില വേസ്റ്റും, പ്രോട്ടീനുകളും, കാർബോഹൈഡ്രേറ്റുകളും മറ്റ് സൂക്ഷ്മ മൂലകങ്ങളും ചേർന്ന ഒരു സമ്പൂർണ്ണ ജൈവവളം. വേരുചീയൽ, തട്ടുമറിച്ചിൽ, അഴുകൽ രോഗങ്ങളിൽ നിന്നും ഏലച്ചെടിയെ സംരക്ഷിക്കുന്നതിന് ജുവൻ പ്ലസ് വണ്ടർ കേക്കുകൾ. ഇത് ഉപയോഗിക്കുമ്പോൾ ചെടിയുടെ രോഗപ്രതിരോധ ശേഷി 10 മടങ്ങായി വർദ്ധിക്കുന്നു. അപ്ലൈഡ് ഫോർ IMO സർട്ടിഫിക്കറ്റ് and ISO 9001-2008 certified products. Western Agro Trading Company, Srinima Building, Kumali. വണ്ടിപ്പെരിയാറിൽ കുടിവെള്ള വിതരണ പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. വാട്ടർ അതോറിറ്റി അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയൊന്നുമായിട്ടില്ല. സെൻട്രൽ ജംഗ്ഷനിലെ പൈപ്പ് പൊട്ടി ദേശീയപാതയിലൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് 2 മാസം പിന്നിട്ടിരിക്കുകയാണ്. റോഡിലൂടെ വെള്ളം ഒഴുകുന്നത് കാൽനട യാത്രികർക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയാണ്. വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ ചെളി കലർന്ന വെള്ളം ശരീരത്തിലേക്ക് തെറിക്കുകയും ചെയ്യുന്നു. ടൗണിലും പരിസര പ്രദേശങ്ങളിലുമായി നിരവധി ഭാഗത്ത് പൈപ്പ് തകരാറിലായി ജലം പാഴാകുന്നുമുണ്ട്.
മേലെ ഗൂഡല്ലൂർ ഭാഗത്ത് കടന്നുപോകുന്ന പൈപ്പിലൂടെ ജലം പാഴാകുന്നതുമൂലം ഉയർന്ന പ്രദേശത്തേക്ക് കുടിവെള്ളം ലഭിക്കാറുമില്ല. സെൻട്രൽ ജംഗ്ഷൻ, വികാസ് നഗർ തുടങ്ങിയ മേഖലകളിലും കടുത്ത ജലക്ഷാമം നേരിടുന്നുണ്ട്. ഏതാനും സ്വകാര്യ വ്യക്തികൾ ഈ പ്രദേശത്ത് വാട്ടർ അതോറിറ്റി കണക്ഷനിൽ നിന്നും ജലം മോഷ്ടിക്കുന്നതായും പറയപ്പെടുന്നുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, വണ്ടിപ്പെരിയാർ. നാടിന് ദുരിതമായി ഒരു ചെക്ക് ഡാം. വണ്ണപ്പുറം പഞ്ചായത്തിലെ 3-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പട്ടയക്കുടി പാഞ്ചാലി ചെക്ക് ഡാമാണ് കർഷകർക്കും പ്രദേശവാസികൾക്കും ഒരുപോലെ ദുരിതമാവുന്നത്. വണ്ണപ്പുറം പഞ്ചായത്തിലെ 3-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പട്ടയക്കുടി പാഞ്ചാലി ചെക്ക് ഡാമാണ് പ്രദേശവാസികൾക്കും കർഷകർക്കും ദുരിതമാകുന്നത്. 2005-ൽ വണ്ണപ്പുറം പഞ്ചായത്ത് 5 ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിച്ച ഈ ഡാം വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെയും പ്രവർത്തനയോഗ്യമാക്കുവാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. പട്ടയക്കുടി പുഴയ്ക്ക് കുറുകെ കെട്ടിയ ഈ ഡാമിന്റെ അശാസ്ത്രീയ നിർമ്മാണം മൂലം മണ്ണുമൂടി പട്ടയക്കുടി പുഴ തന്നെ ഇപ്പോൾ ഇല്ലാതെയായി. കൂടാതെ വേനൽക്കാലത്ത് ഈ ഡാം ഒരു കൊതുക് വളർത്തൽ കേന്ദ്രം കൂടിയാണ്. നാട്ടുകാർക്കും കർഷകർക്കും തീരാശാപമായി മാറിയ ഈ ചെക്ക് ഡാം മഴക്കാലം എത്തുന്നതോടെ കരകവിഞ്ഞൊഴുകി ഇപ്പോൾ ഏക്കർ കണക്കിന് കൃഷി നശിക്കുന്നതും പതിവായിരിക്കുകയാണ്. മീനുളിയാൻ ടൂറിസ്റ്റ് കേന്ദ്രത്തിന് തൊട്ടടുത്ത് പണി കഴിപ്പിച്ച ഈ ചെക്ക് ഡാം പ്രവർത്തനയോഗ്യമാക്കുകയാണെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെത്തുന്ന ജനങ്ങൾക്ക് അത് ഏറെ പ്രയോജനം ചെയ്യുകയും ചെയ്യും. കൃഷി ആവശ്യത്തിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 5 ലക്ഷം രൂപ മുടക്കി ഒരു ചെക്ക് ഡാം ഉണ്ടാക്കിയതാണ്. ആദിവാസികൾക്ക് വേണ്ടി, ഇവിടെയുള്ള കൃഷിക്കാർക്ക് വേണ്ടി അത് ഉപയോഗശൂന്യമായിട്ട് കൊതുക് വളർത്തു കേന്ദ്രമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. പണിതതിന് ശേഷം ഇതുവരെയായിട്ടും പഞ്ചായത്തിൽ നിന്നോ ജില്ലാ പഞ്ചായത്തിൽ നിന്നോ അധികൃതരാരും വരുവോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. അത് മണ്ണ് കയറി നികന്ന് ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. നിലവിൽ ചെക്ക് ഡാമിൽ കാടുകൾ വളർന്ന് ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമാക്കി ഇവിടെ മാറിയിരിക്കുകയാണ്. ഈ പുഴയിലെ മണ്ണ് നീക്കിയാൽ ഏതു വലിയ കൊടും വേനലിലും കാട്ടിൽ നിന്ന് ഒഴുകിയെത്തിയ ഔഷധജലം പ്രദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഏറെ പ്രയോജനം ചെയ്യും. ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾ കൂടുതലായി തിങ്ങിപ്പറക്കുന്ന ഈ പ്രദേശത്തിന്റെ വികസനത്തിനായി വണ്ണപ്പുറം പഞ്ചായത്ത് മുൻകൈയെടുക്കണമെന്നും പുഴയിലെ മണ്ണ് നീക്കി ഡാമിന്റെയും പുഴയുടെയും സംരക്ഷണത്തിനായി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ലാജി പ്ലാത്തോട്ടം, ഇടുക്കി വിഷൻ ന്യൂസ്, പഴയരിക്കണ്ടം. വണ്ടിപ്പെരിയാർ ഗ്രാമ്പി എസ്റ്റേറ്റിൽ ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനാഘോഷങ്ങൾ തടസ്സപ്പെടുത്തുകയും കൊടിയും കൊടിമരവും തകർത്ത മാനേജ്മെന്റിന്റെ നടപടിക്കെതിരെ SC/ST ഓർഗനൈസേഷൻ. എസ്റ്റേറ്റിനെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും ഓർഗനൈസേഷൻ. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനാഘോഷം ഏപ്രിൽ 14-ാം തീയതി വണ്ടിപ്പെരിയാറുള്ള പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് പ്രതിനിധികൾ തടസ്സപ്പെടുത്തിയതായിട്ട് SC/ST ഓർഗനൈസേഷൻ ആരോപിക്കുന്നു. ഇതേ തുടർന്ന് ഗ്രാമ്പി വെട്ടുകുഴിയിൽ സ്ഥാപിച്ചിരുന്ന കൊടിമരവേർ തകർക്കുകയും അംബേദ്കറുടെ ചിത്രമുള്ള കൊടി കീറി നശിപ്പിക്കുകയും ചെയ്തതായിട്ടും ഓർഗനൈസേഷൻ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കട്ടപ്പന ഡിവൈഎസ്പിക്കും വണ്ടിപ്പെരിയാർ SIക്കും ഇടുക്കി ജില്ലാ കളക്ടർക്കും പരാതി നൽകുകയും ചെയ്തു. എന്നാൽ പരാതിയിൽ നാളിതുവരെയായി യാതൊരുവിധ നടപടികളും സ്വീകരിക്കാത്തതിനാൽ പ്രവർത്തകർ തൊടുപുഴ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഇതിന് പ്രകാരം ഗ്രാമ്പി പോപ്സ് എസ്റ്റേറ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ SC/ST പീഡന നിയമപ്രകാരം കേസെടുക്കുവാൻ തൊടുപുഴ സെഷൻ കോടതി വിധിച്ചതായും SC/ST ഓർഗനൈസേഷൻ താലൂക്ക് സെക്രട്ടറി VK ഷാജി കുമളിയിൽ പറഞ്ഞു. മറ്റു തൊഴിലാളികളെ ക്രൂരമായി ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിക്കുകയും ആയതിനാൽ മറ്റു സംഘടനകളെല്ലാം ഒന്നിച്ചുകൊണ്ട് ഈ കമ്പനിക്കെതിരായി ഈ നടപടികളിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ സംഘടനകളെല്ലാം ഒന്നിച്ചുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് തന്നെ ഇതിനെ എതിർകൊള്ളുമെന്ന് ഈ വേളയിൽ ഞാൻ അറിയിച്ചു. ഇനിയും നടപടികൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ ശക്തമായ സമരപരിപാടിക്കാണ് SC/ST ഓർഗനൈസേഷൻ ആലോചിക്കുന്നതും. കുമളിയിൽ വെച്ച് ചേർത്ത വാർത്താ സമ്മേളനത്തിൽ SC/ST ഓർഗനൈസേഷൻ താലൂക്ക് സെക്രട്ടറി VK ഷാജി, കമ്മിറ്റി അംഗങ്ങളായ രാജപ്പൻ S, സുഭാഷ് S എന്നിവരും പങ്കെടുത്തു. ഇടുക്കി വിഷൻ, കുമളി. പഞ്ചായത്ത് റോഡ് അപകടാവസ്ഥയിലായി വർഷങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല. വണ്ടിപ്പെരിയാർ ടൗണിലെ പാലത്തിന് സമീപത്തു നിന്നും ഇഞ്ചിക്കാട് ആറ്റോരത്തേക്കുള്ള കോൺക്രീറ്റ് റോഡാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. റോഡിന്റെ ഒരു ഭാഗം ഏതു സമയത്തും താഴേക്ക് പതിക്കാവുന്ന അവസ്ഥയിലുമാണ്. റോഡിന്റെ ഒരു വശം 300 അടിയിലേറെ താഴ്ചയുള്ള കുഴിയാണ്. റോഡിന്റെ ഈ ഭാഗത്തെ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയും കോൺക്രീറ്റ് തകർന്നിരിക്കുകയുമാണ്. ഗവൺമെന്റ് LP സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികളും 200ഓളം വരുന്ന പ്രദേശത്തെ ജനങ്ങളും ഇതുവഴിയാണ് നിത്യേന കടന്നുപോകുന്നത്. ഭാരം കയറ്റി വരുന്നവ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഈ റോഡിലൂടെ ദിനവും കടന്നുപോകുന്നുണ്ട്. കൈവരികളോ അപകട മുന്നറിയിപ്പ് ബോർഡുകളോ ഭാഗത്ത് സ്ഥാപിച്ചിട്ടുമില്ല. മണ്ണിടിഞ്ഞ പ്രദേശത്ത് കാട് പിടിച്ചു കിടക്കുന്നതിനാൽ പതിയിരിക്കുന്ന അപകടം തിരിച്ചറിയാനും കഴിയില്ല. രാത്രി സമയങ്ങളിൽ അപരിചിതരായ യാത്രികൾ അപകടത്തിൽപ്പെടാനും സാധ്യതയേറെയാണ്. സ്ലാബുകൾക്കിടയിലൂടെ മണ്ണ് ഭൂരിഭാഗവും നഷ്ടപ്പെട്ടിരിക്കുകയുമാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, വണ്ടിപ്പെരിയാർ. തോട്ടം മേഖലയിൽ മേയുന്നതിനായി അഴിച്ചുവിടുന്ന കന്നുകാലികൾ കൃഷികൾ വ്യാപകമായി നശിപ്പിക്കുകയും റോഡിലൂടെ സഞ്ചരിക്കുന്ന യാത്രികർക്ക് അപകടം വരുത്തിവെക്കുകയും ചെയ്യുന്നു. കൂട്ടമായും ഒറ്റയ്ക്കും എത്തുന്ന ഇവ ഏലച്ചെടികൾ, വാഴ, പച്ചക്കറി കൃഷികൾ എന്നിവയാണ്
വ്യാപകമായിട്ടും നശിപ്പിക്കുന്നത്. ചില ദിവസങ്ങളിൽ രാത്രികാലങ്ങളിൽ ഇവ അലഞ്ഞു തിരിയാറുണ്ട്. ഏലച്ചെടികൾ ചവിട്ടിമെതിക്കുകയാണ് ചെയ്യുന്നത്. രാത്രിയിൽ ശബ്ദം കേട്ട് വീട്ടുകാർ ഉണരുമ്പോഴേക്കും പാതി കൃഷി നശിപ്പിച്ചിരിക്കും. കെട്ടുറപ്പുള്ള വേലികൾ പോലും തകർക്കുക പതിവാണ്. അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ കൊട്ടാരക്കര ദിണ്ടുകൾ ദേശീയപാതയിലൂടെ നടന്നുപോകുന്ന വാഹനയാത്രികർക്കും ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങളും ചെറുവാഹനങ്ങളും മിക്കതും അപകടങ്ങളിലാണ് അവസാനിക്കുന്നതും. വാഹനങ്ങൾക്ക് തകരാർ സംഭവിച്ചു കഴിഞ്ഞാൽ യാത്രികരുടെ പണം തന്നെയാകും നഷ്ടമാകുക. എന്നാൽ മിക്കവയ്ക്കും ഇൻഷുറൻസ് പരിരക്ഷയുള്ളതിനാൽ മൃഗം ചത്തുകഴിഞ്ഞാൽ ഉടമസ്ഥർ ഉടൻ തന്നെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. പരിക്കേറ്റ് അവശനിലയിലായാൽ കശാപ്പുകാർക്ക് കൈമാറുന്ന പതിവുമുണ്ട്. രാത്രികാലങ്ങളിൽ റോഡിൽ വിശ്രമിക്കുന്ന ഇവയെ ഇരുചക്ര വാഹനം തട്ടി അപകടത്തിൽപ്പെട്ട യാത്രക്കാർ മരിച്ച സംഭവം വരെ ഉണ്ടായിട്ടുമുണ്ട്. അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടുന്നതിനായിട്ടുള്ള ഫൗണ്ട് സംവിധാനം പഞ്ചായത്തിൽ പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങളായി. ഇവിടെ മുൻപ് എത്തിച്ചിരുന്നവയ്ക്ക് പിഴ ഈടാക്കിയതിനു ശേഷമാണ് ഉടമസ്ഥർക്ക് തിരികെ നൽകിയിരുന്നത്. വൻകിട തോട്ടങ്ങളിൽ കടക്കുന്ന കന്നുകാലികളെ വാച്ചർമാർ പിടികൂടി പിഴ ഈടാക്കിയാണ് നൽകുന്നതും. ഇടുക്കി വിഷൻ ന്യൂസ്, വണ്ടിപ്പെരിയാർ. കുമളിയിൽ നിന്നും എറണാകുളം അമൃത ആശുപത്രിയിലേക്ക് KSRTC ബസ് സർവീസ് ആരംഭിച്ചു. KSRTC ഡയറക്ടർ ബോർഡ് അംഗം CV വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. എറണാകുളം അമൃത ആശുപത്രിയിലേക്കുള്ള KSRTC ബസ് ദിവസവും രാവിലെ 5:30ക്കാണ് കുമളി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്നത്. കോട്ടയം, തലയോലപ്പറമ്പ്, കാഞ്ഞിരമറ്റം, വൈറ്റില, ഇടപ്പള്ളി വഴിയാണ് അമൃത ആശുപത്രിയിലേക്ക് പോകുന്നതും. എറണാകുളത്ത് നിന്ന് ഉച്ചകഴിഞ്ഞ് 2:30 ബസ് കുമളിയിലേക്ക് ഇതേ റൂട്ടിൽ തന്നെ തിരിക്കുകയും ചെയ്യും. കുമളി, വണ്ടിപ്പെരിയാർ, പീരുമേട്, മുണ്ടക്കയം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും എറണാകുളത്തേക്കും അമൃത ആശുപത്രിയിലേക്കും പോകുന്നതിന് ബസ് സർവീസ് ഉപകരിക്കുകയും ചെയ്യും. KSRTCയുടെ ഡയറക്ടർ ബോർഡ് അംഗം CV വർഗീസ് ആണ് ബസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് പ്രമൻ ചെയ്തത്. ഫ്ളാഗ് ഓഫ് യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K അബ്ദുൾ റസാഖ്, CPI പീരുമേട് ഏരിയ കമ്മിറ്റി അംഗം KM സിദ്ദീഖ്, CPM തേക്കടി കുമളി ലോക്കൽ സെക്രട്ടറിമാരായ KJ ദേവസ്യ, VA സിംസൺ, K ഷാജിമോൻ, അജയൻ, ഗിരീഷ്, റഷീദ് എന്നിവരും സംസാരിച്ചു. ഇടുക്കി വിഷൻ, കുമളി. ഇനി കമ്പോള നിലവാരം. ഇടുക്കി ജില്ലാ കാർഡമം പ്രൊഡ്യൂസർ കമ്പനിയിൽ നടന്ന ഏലക്ക ലേലത്തിൽ 18,745 കിലോ കായ് പതിഞ്ഞു. കൂടിയ വില 1,199 രൂപ, ശരാശരി വില 983 രൂപ. ഇനി കട്ടപ്പനയിലെ കമ്പോള വില നിലവാരം. കട്ടപ്പന കമ്പോളം സമാപിക്കുന്ന ഇനി സ്വർണം വെള്ളി നിരക്കുകളിലേക്ക്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുന്നത് ഭാരതീയ സംസ്കാരമെന്ന് സംസ്ഥാന പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. കശാപ്പ് നിരോധനത്തിന്റെ പേരിൽ കോൺഗ്രസ് നടത്തുന്നത് അടിസ്ഥാനമില്ലാത്ത സമരമെന്ന് സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി MM മണി. മധ്യപ്രദേശിലടക്കം ഗോവധം നിരോധിച്ചത് കോൺഗ്രസ് ആണെന്നും മന്ത്രി. പനിഭീതിയിൽ ഹൈറേഞ്ച് മേഖല. ഹൈറേഞ്ചിൽ മഴക്കാല രോഗങ്ങളും പകർച്ചപ്പനിയും പടരുന്നു. വൻമരങ്ങളുടെ ചുവട്ടിൽ ഭീതി ഒഴിയാതെ ആദിവാസി കുടുംബങ്ങൾ. മണിയാറൻകുടി ആദിവാസി മേഖലയിലാണ് ആദിവാസി കുടുംബങ്ങൾക്ക് ഈ ദുരവസ്ഥ. വണ്ടിപ്പെരിയാറിൽ 300 ഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പെരുമ്പാവൂർ സ്വദേശി മുകേഷ് മോഹനാണ് പിടിയിലായത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവിശേഷം കാണാം. നമസ്കാരം. ഇടുക്കി വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈനിങ്ങിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. Materials, sarees, designing, stitching, ladies ranges in all categories. Gayatri Designs.